ചില സമയത്ത് നമ്മൾ ലൈഫിൽ സ്റ്റക്കായി പോവാറുണ്ട്. തീരുമാനം എടുക്കാൻ കഴിയാതെ വലയാറുണ്ട്. എന്തു ചെയ്യണമെന്ന് അറിയുന്നില്ല. ആരോടും ചോദിക്കാനുമില്ല, ആരോടും പറയാനുമില്ല. അത് മനസ്സിലൊന്നും ഒരുപാട് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്, പക്ഷെ അതൊന്നും കൈയെത്തി പിടിക്കാൻ പറ്റുന്നില്ല. എന്താണ് ഇതിന് കാരണം? പലപ്പോഴും തോന്നാറില്ലേ ഇങ്ങനെ? എനിക്കൊരു മാറ്റം വേണം, ഞാൻ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു മാറ്റം കൊണ്ടുവരണമെന്നത്. മറ്റുള്ള ആളുകളൊക്കെ, എൻ്റെ കൊളീഗ്സ്, എൻ്റെ കൂടെ പഠിച്ചവര്, അവരൊക്കെ നല്ല ഉയർന്ന രീതിയിലാണ് ജീവിക്കുന്നത്. പക്ഷെ എനിക്ക് മാത്രം പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്താലും സക്സസ് ആകുന്നില്ല. ഇങ്ങനെ പലപ്പോഴും നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു സമയത്തല്ലേ, ഇപ്പോഴും പറയുന്നുണ്ടാവും. പക്ഷേ ഞാൻ പറയട്ടെ, നമ്മുടെ മനസ്സിനെ കുറിച്ച് പഠിച്ചാലുണ്ടല്ലോ, മനസ്സിനെ കുറിച്ച് അത് അറിഞ്ഞാലുണ്ടല്ലോ, അതിനനുസരിച്ച് നമ്മളെ മാനസികമായിട്ട് ഒരു മാറ്റം വരുത്താൻ നമ്മൾ തന്നെ വില്ലായാലുണ്ടല്ലോ, അത്ഭുതകരമായ റിസൾട്ട് നമ്മുടെ ജീവിതം നമുക്ക് കാണിച്ചു തരും. കാരണം നിധികുംഭം നമ്മുടെ ഉള്ളിലാ. ആ നിധികുംഭം നമ്മൾ വെച്ചിട്ട് കസ്തൂരിമാനെ പോലെ നമ്മൾ തേടിക്കൊണ്ടിരിക്കുക, എവിടെയാണ് നിധികുംഭം, എവിടെയാണ് എന്നുള്ളത്. ആദ്യമൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു ഞാനും. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഒരുപാട് പഠിച്ചു, പക്ഷെ ഒരു ജോലി ലഭിക്കുന്നില്ല, ഒരു കോൺഫിഡൻസ് ഇല്ല, സെൽഫ് വർത്ത് ഇല്ല. ഒറ്റയ്ക്ക് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെ തുടങ്ങണം? ഒരുപാട് പഠിച്ചു, പക്ഷെ ഇതിന്റെ യൂസ് ഇല്ല. എപ്പോഴും ഡൗട്ട് കയറി വരും. ഈ ഡൗട്ടാണ് പലപ്പോഴും നമ്മുടെ ശത്രുവായി മാറ്റാറുള്ളത്, അല്ലെ? അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്റെയും ജീവിതം ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ്. പക്ഷെ എന്ന് മുതലാണ് ഞാൻ എൻ്റെ മനസ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും തുടങ്ങിയത്, മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്യാൻ തുടങ്ങിയത്? അന്ന് മുതലാണ് എനിക്ക് റിസൾട്ട് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ എന്താണോ ഒരു ദിവസം ഒരുപാട് നേരം ചിന്തിക്കുന്നത്, എന്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത്, അത് നമ്മളെ തേടി വരും, അല്ലെങ്കിൽ അത് നമ്മളെ അട്രാക്ട് ചെയ്യും. ഇതാണ് ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കാം, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാം, എന്നിട്ട് ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാം. ഇങ്ങനെ പലരും പറയുന്നുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട്. അതൊരു സത്യം തന്നെയാണ്. പക്ഷേ ഇതിനൊക്കെ ഉപരി ആദ്യം നമ്മൾ ആരാണെന്ന് അറിയണം. നമ്മളുടെ ഉള്ളിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന പെയിൻ എത്രത്തോളം ഉണ്ടോ എന്ന് അറിയണം. നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. അത് റിമൂവ് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? മാനിഫെസ്റ്റ് ചെയ്തെടുത്ത് നമ്മളുടെ ആഗ്രഹം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ ലൈഫിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മളൊരു കളർ പെൻസിലിന് മോഹിക്കും. അപ്പോൾ നമ്മളത് പേരൻസിനോട് പോയി പറയുമ്പം ചിലപ്പോൾ അവർ പറയും പൈസ കിട്ടട്ടെ വാങ്ങിച്ചു തരാം, ഇപ്പൊ ക്യാഷ് ഇല്ല. അപ്പൊ നമ്മൾ വാശി പിടിക്കും, അല്ലെ? നമ്മൾ മുഖം വീർപ്പിക്കും, കരയും. അങ്ങനെ നമ്മൾ വാശി മൂക്കുമ്പോൾ അവരെന്ത് ചെയ്യും? വാങ്ങിച്ചു തരും. ചില സാധനങ്ങൾ കിട്ടത്തുമില്ല, അല്ലെ? ഇപ്പോഴുള്ള കുട്ടികൾക്കാണെങ്കിൽ പറഞ്ഞത് അപ്പം തന്നെ കിട്ടും. അത്രയും വാശിയാണ് കുട്ടികൾക്ക് ഇപ്പോ. പണ്ടത്തെ കുട്ടികൾ എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ അവർ അടങ്ങി നിൽക്കും. അപ്പോ ഇന്നിപ്പോ മൊബൈൽ ഫോൺ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് അതിൽ കയറി ഇരുന്ന് കളിച്ചോളും. അവരെ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടി മാതാപിതാക്കൾ എന്താ ചെയ്യുന്നത്? മൊബൈൽ ഫോൺ അങ്ങ് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇന്നലെ നമുക്ക് നടത്തിയെടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ വേറെ ആരെങ്കിലും നമുക്കൊരു കളർ പെൻസിൽ കൊണ്ടുതരും, അല്ലെങ്കിൽ ചോക്ലേറ്റ് നമ്മൾ ആഗ്രഹിച്ചത് ആരെങ്കിലും വാങ്ങിച്ചു തരും. ഇങ്ങനെയൊക്കെ നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് സത്യം പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്ക് ലഭിക്കുക എന്നുള്ളത്. പക്ഷെ പലപ്പോഴൊക്കെ നമ്മൾ മുതിർന്നു വന്നു, നമുക്ക് ചിലപ്പോൾ ഒരു ജോലി കിട്ടി, നമ്മൾ ഒരുപാട് അധ്വാനിച്ച ശേഷം നമുക്കൊരു ഭാഗ്യത്തിലൊരു ജോലി കിട്ടി. പക്ഷെ ആ ജോലി കിട്ടിയിട്ടും അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാൻ കഴിയുന്നില്ല, നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പറ്റുന്നില്ല. എവിടെയോ ഒരു സ്റ്റെക്ക്, അല്ലെങ്കിൽ ജോലിയൊന്നും ആയിട്ടില്ല. എനിക്കിപ്പോഴും ഞാൻ എന്ത് ചെയ്തിട്ട് റെഡി ആവുന്നില്ല. ഞാൻ കുറേ സ്ഥലത്ത് ജോലിക്ക് പോയി, അവിടെ നിന്നൊക്കെ ഞാൻ റിസൈൻ ചെയ്ത് പോരുകയാണ്. എനിക്കൊരു മാറ്റം വേണം, പക്ഷെ എങ്ങനെ തുടങ്ങണമെന്ന് അറിയുന്നില്ല. അതേപോലെ ഞാനൊരു വീട്ടമ്മയാണ്. എനിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. ചുറ്റിലുള്ള ആളുകളെല്ലാം അവരവരുടേതായ ജീവിതത്തിൽ സന്തോഷിച്ച് ജീവിക്കുമ്പോൾ എനിക്ക് മാത്രം ഇങ്ങനെ സ്വയം വിധിയെ പഴിച്ചുകൊണ്ട് സെൽഫ് ഡൗട്ട് അടിച്ച് കോൺഫിഡൻസ് കുറഞ്ഞ് സെൽഫ് വർത്ത് ഇല്ലാതെ ആളുകൾ ഇങ്ങനെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. പക്ഷേ ഞാൻ പറയട്ടെ, നമ്മുടെ മനസ്സിനെ കുറിച്ച് നമ്മൾ അറിയാനും പഠിക്കാനും തുടങ്ങുമ്പോൾ എങ്ങനെയാണ് മനസ്സ് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് ചേഞ്ച് ആവാൻ തുടങ്ങും. നമ്മുടെ മനസ്സിന് 2 തലങ്ങളുണ്ട്, കോൺഷ്യസും സബ് കോൺഷ്യസും. കോൺഷ്യസ് മൈൻഡ് ബോധമനസ്സ്, സബ് കോൺഷ്യസ് ബോധമനസ്സ്. എന്നിങ്ങനെ ഒരുപാട് വീഡിയോസ് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ എന്താണിത്? ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത ഒരു സെഷനിൽ തീർച്ചയായും വരുന്നതാണ്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് ഇരുന്ന് കാണുക. നെക്സ്റ്റ് സെഷനിൽ നമ്മൾ കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചും സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. കാരണം മനസ്സിനെ പറ്റി കൂടുതൽ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്നറിൽ വർക്ക് ചെയ്യാൻ പറ്റും.
അല്ലെങ്കിൽ നമ്മളിങ്ങനെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന പോലെ ആയിരിക്കും നമ്മുടെ അവസ്ഥ. മീനിട്ട് കിട്ടുകയില്ല, കലങ്ങി തെളിഞ്ഞുകൊണ്ടിരിക്കും. തെളിഞ്ഞ് അങ്ങനെ തെളിയും ചെയ്യും, വീണ്ടും കലങ്ങി അങ്ങനെ കളിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം ചെയ്യേണ്ടത്, ഏതൊരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ മനസ്സിനെ കുറിച്ച് ഒന്ന് അവെയർ ആയിരിക്കുക. അവെയർനെസ് ആണ് ആദ്യം ഒരു വ്യക്തിക്ക് വേണ്ടത്. അവെയർനെസ് ഉണ്ടെങ്കിൽ മാറ്റം അവിടുന്ന് തുടങ്ങും. അപ്പൊ നെക്സ്റ്റ് സെഷനിൽ തീർച്ചയായും മനസ്സിനെ കുറിച്ച് ആഴത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും.